ഫുക്രിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ കാലമായി ISL വലിയ വാർത്തകൾക്ക് കേന്ദ്രമായി നിൽക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ്, ISLൻ്റെ തകർച്ച, ISLൻ്റെ ക്ലബ്ബുകളുടെ തകർച്ച ഒക്കെ വലിയ വാർത്തകളായി വരുന്നു. അപ്പോൾ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് വളരെ പ്ലസൻ്റായ, വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. ISL ഇനി നടത്തുക ക്ലബ്ബുകളാണ്. ISLലെ ക്ലബ്ബുകളാണ് ISL നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട 4 വർഷത്തേക്കുള്ള കരാർ കഴിഞ്ഞ ദിവസം ഒപ്പിട്ടു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFFും ഈ ക്ലബ്ബുകളുമായിട്ടുള്ള കരാർ ഒപ്പിടൽ നടന്നു. 4 വർഷത്തേക്കാണ് കരാർ. ഈ വർഷത്തെ സീസൺ, പുതിയ സീസൺ സെപ്റ്റംബർ 4 മുതലാണ് തുടങ്ങുക. അപ്പോൾ അത് വളരെ ശുഭകരമായ ഒരു വാർത്തയാണ്, സന്തോഷകരമായ ഒരു വാർത്തയാണ്. അതിൻ്റെ കാര്യം ഇങ്ങനെയാണ്: ISLൻ്റെ വാണിജ്യാവകാശങ്ങൾ ക്ലബ്ബുകൾക്ക് കൈമാറി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ളതാണ്. വാണിജ്യാവകാശങ്ങൾ മുഴുവൻ ക്ലബ്ബുകൾക്ക് കൈമാറി കഴിഞ്ഞു AIFF. അടുത്ത 4 വർഷത്തേക്ക് ലീഗ് നടത്താനുള്ള കരാറാണ് ഒപ്പിട്ടിട്ടുള്ളത്. 4 വർഷത്തേക്കാണ് കരാർ ഉള്ളത്. ഇതോടെ ക്ലബ്ബുകളുടെ കൺസോർഷ്യം നേരിട്ടുള്ള ലീഗ് നടത്തുക, അതായത് ക്ലബ്ബുകളുടെ കൺസോർഷ്യമാണ് ഇനി ലീഗ് നടത്തുക. അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അങ്ങനെയാണ് നടക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഒരു മോഡലാണത്. അത് ഇന്ത്യൻ ഫുട്ബോളിലും എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു മാറ്റമാണത്. ISLൻ്റെ പുതിയ സീസൺ സെപ്റ്റംബർ 4 ആരംഭിക്കുമെന്ന് AIFF അറിയിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട്. പുതിയ മാറ്റത്തോടെ വരാനിരിക്കുന്ന സീസണിൽ പഴയപടി പൂർണ്ണ തോതിലുള്ള ഹോം ആൻഡ് അവേ മത്സരങ്ങൾ നടക്കും. അതായത് പഴയതുപോലെ തന്നെ ഹോം ആൻഡ് അവേ മത്സരങ്ങൾ കൃത്യമായിട്ട് പുതിയ സീസണിൽ നടക്കും. ഫെഡറേഷൻ്റെ പുതിയ ഭരണഘടന പ്രകാരം ലീഗ് മത്സരങ്ങളിൽ ഏർപ്പെടുത്തേണ്ട നിർബന്ധിത തരം താഴ്ത്തൽ, അതായത് ഫെഡറേഷൻ്റെ പുതിയ ഭരണഘടന പ്രകാരം ലീഗ് മത്സരങ്ങളിൽ നടപ്പാലാക്കേണ്ട ഒന്നുണ്ട്. അതായത് നിർബന്ധിത തരം താഴ്ത്തലാണത്. അത് മോശമായി കളിക്കുന്നവരെ നിർബന്ധമായിട്ടും തരം താഴ്ത്തലാണ്. അത് ഈ സീസണിലും ബാധകമായിരിക്കും. ഈ സീസണിൽ അതുണ്ടായിരിക്കും. പുതിയ കരാർ പ്രകാരം ലീഗിൻ്റെ ഭരണപരമായ ചുമതലകളും നിയന്ത്രണങ്ങളും AIFFന് തന്നെയായിരിക്കും. അതായത് ലീഗിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും മൊത്തം നിയന്ത്രണവും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അത് ക്ലബ്ബുകൾക്ക് വിട്ടുകൊടുക്കില്ല. അതൊരു നല്ല കാര്യമാണ്. എന്നാൽ ലീഗിൻ്റെ ദൈനംദിന, അതായത് ഡേ ടു ഡേ അഫയേഴ്സ് എല്ലാം തീരുമാനിക്കുക ക്ലബ്ബുകളാണ്. അതിൻ്റെ നടത്തിപ്പ് അവകാശം ക്ലബ്ബുകൾക്കാണ്. ലീഗിൽ പങ്കെടുക്കുന്ന 14 ക്ലബ്ബുകളും 1.1 കോടി രൂപ വീതം 2 തവണകളായി AIFFന് അഡ്മിനിസ്ട്രേറ്റീവ് ഫീസായി നൽകും. അതായത് 1,10,00,000 രൂപ എല്ലാ ക്ലബ്ബുകളും 2 തവണകളായിട്ട് AIFFന് നൽകും. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഫീസായിട്ടാണ് നൽകുന്നത്. അടുത്തത്, ISLൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 10% AIFFന് ലഭിക്കുക. 90% ക്ലബ്ബുകൾക്കായിരിക്കും. അതായത് വരുമാനത്തിൻ്റെ ബഹുഭൂരിഭാഗവും ക്ലബ്ബുകൾക്കാണ് കിട്ടുക. വെറും 10% അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് കിട്ടുക. 4 വർഷത്തേക്കാണ് കരാറെങ്കിലും 2 വർഷത്തിന് ശേഷം ഏകപക്ഷീയമായി പിന്മാറാനുള്ള സ്വാതന്ത്ര്യം ക്ലബ്ബുകൾക്കുണ്ട്. അതായത് കരാർ ഇപ്പോൾ ഒപ്പിട്ടിട്ടുള്ളത് 4 വർഷത്തേക്കാണെങ്കിലും 2 വർഷം കഴിഞ്ഞാൽ ക്ലബ്ബുകൾക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഏകപക്ഷീയമായിട്ട് പിന്മാറാം. അപ്പോൾ ഇത്തരം ക്ലോസുകളൊക്കെ ഉണ്ട് കരാറിൽ. സമഗ്രമായ ഒരു കരാർ തന്നെയാണ്, അത് ഒപ്പിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ ISL സീസൺ ഗംഭീരമായി പ്രൊഫഷണലി തന്നെ നടത്തപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.